യുകെയിലെ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ കുടിയേറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ ഹോം ഓഫീസ് പുറത്തുവിട്ടു. ഇതനുസരിച്ച് 2024 ജോലിക്കും പഠനത്തിനുമുള്ള വിസകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, ആരോഗ്യ പരിചരണ മേഖലയിലെ വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ, ശമ്പള പരിധിയിലെ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമായെന്നാണ് പറയപ്പെടുന്നത്. ട്രാവൽ ഓഫീസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2024 UK 1,92,000 തൊഴിൽ വിസകളാണ് നൽകിയത്. ഇത് മുൻവർഷത്തേക്കാൾ 39% കുറവാണ്. എങ്കിലും 2019 കണക്കുകളേക്കാൾ 40% കൂടുതലാണിത്. തൊഴിൽദാതാക്കളുടെ കുറഞ്ഞ ആവശ്യം, കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ എന്നിവയാണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ. ആരോഗ്യ പരിചരണ വിസകളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. 2023 23,000 വിസകൾ മാത്രമാണ് നൽകിയത്. ഇത് 85% കുറവാണ്. ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഉയർന്ന ശമ്പള ആവശ്യകതകളും കാരണം വിദേശ ജീവനക്കാരെ ആകർഷിക്കാൻ തൊഴിൽദാതാക്കൾക്ക് കഴിയുന്നില്ല. വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം യുകെയിലെ ജോലികളിൽ ആളുകൾക്ക് താല്പര്യം കുറയുന്നു. ഇത് സാമൂഹിക പരിചരണ മേഖലയിലെ ജീവനക്കാരുടെ കുറവിന് കാരണമാവുകയാണ്. സ്കിൽഡ് വർക്കർ വിസകളുടെ എണ്ണത്തിലും കുറവുണ്ടായി. പുതിയ നിയമങ്ങൾ കാരണം യോഗ്യത നേടാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. പ്രധാന ജോലികൾക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. മൊത്തത്തിൽ സ്കിൽഡ് വർക്കർ വിസകൾ ഉൾപ്പെടെയുള്ള വർക്കർ വിസകളുടെ എണ്ണം 23% കുറഞ്ഞു. കർശനമായ നിയമങ്ങൾ കാരണം യുകെയിലേക്ക് വരാൻ പ്രൊഫഷണലുകൾക്ക് താല്പര്യമില്ലാതായി. താൽക്കാലിക വർക്കർ വിസകൾ 6% കുറഞ്ഞു. എങ്കിലും കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്തേക്കാൾ കൂടുതലാണ്. 2024 75,000 വിസകളാണ് നൽകിയത്. ഇത് മുൻവർഷത്തേക്കാൾ 6% കുറവാണ്. കൃഷി, മറ്റ് ഹ്രസ്വകാല ജോലികൾ എന്നിവയിൽ സീസണൽ തൊഴിലാളികളുടെ ആവശ്യം ഇപ്പോഴുമുണ്ട്. അതിനാൽ കൊറോണയ്ക്ക് മുൻപുള്ളതിനേക്കാൾ 83% കൂടുതലാണ് ഈ കണക്ക്. പുതിയ വിസകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും വിസ പുതുക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പല ബിരുദധാരികളും വിദഗ്ധ തൊഴിലാളികളും യുകെയിൽ തന്നെ ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 4,34,000 വർക്കർ വിസകൾ പുതുക്കി നൽകി. ഇത് 2019 7 മടങ്ങ് കൂടുതലാണ്. ഗ്രാജുവേറ്റ്, ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ, സ്കിൽഡ് വർക്കർ വിസകളിലുള്ളവരാണ് കൂടുതലായി വിസ പുതുക്കിയത്. കുടുംബ വിസകളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. മൊത്തം 76,000 ഫാമിലി വിസകൾ നൽകി. ഇത് മുൻ വർഷത്തേക്കാൾ 3% കുറവാണ്. പങ്കാളികളുടെ വിസകൾ 17% കുറഞ്ഞ്. ഇത് വിവാഹം കഴിഞ്ഞുള്ള കുടിയേറ്റം കുറഞ്ഞുവെന്നാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം അഭയാർത്ഥി കുടുംബ റീയൂണിയൻ വിസകൾ 12,000 നിന്ന് 21,000 ഉയർന്നു. 2005 ശേഷമുള്ള ഏറ്റവും വലിയ വർധനവാണിത്. അഭയാർത്ഥികളെ തിരിച്ചറിയുന്നത് കൂടിയതാണ് ഇതിന് കാരണം. പുതിയ വിസകൾ കുറഞ്ഞെങ്കിലും സ്ഥിരതാമസത്തിനും പൗരത്വത്തിനും അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി. 2024 1,73,000 പേർക്ക് യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിച്ചു. ഇത് മുൻ വർഷത്തേക്കാൾ 33% കൂടുതലാണ്. സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരാണ് ഇതിൽ കൂടുതൽ. ഇത് മൊത്തം സ്ഥിരതാമസത്തിന്റെ 37%. പൗരത്വത്തിനുള്ള അംഗീകാരം 2021 1,29,000 ആയിരുന്നത് 2025 2,69,000 ഉയർന്നു. കൂടുതൽ ആളുകൾ ദീർഘകാലത്തേക്ക് യുകെയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നൽകിയ സ്റ്റുഡന്റ് വിസകളിൽ 60% മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകൾക്കാണ്. യുകെ ഇപ്പോഴും ഉപരിപഠനത്തിലുള്ള പ്രധാന കേന്ദ്രമാണ്. പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഈ മാറ്റങ്ങൾക്ക് കാരണമായി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, വിദേശ തൊഴിലാളികൾക്കുള്ള ഉയർന്ന ശമ്പള പരിധി, വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സർക്കാരിൻ്റെ പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. ഇത് കൂടുതൽ കർശനമായ നിയമങ്ങൾ വരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. യുകെ അതിൻ്റെ ഇമിഗ്രേഷൻ സംവിധാനം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് ഈ കണക്കുകൾ കാണിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, വിദഗ്ധ തൊഴിലാളികൾ, തൊഴിൽദാതാക്കൾ എന്നിവർ ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വരും. 2025 യുകെയിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർ പുതിയ വിസ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്.